നമുക്കിപ്പോൾ പത്രങ്ങളിൽ എന്തൊക്കെയാണ് വാർത്തകൾ എന്നുകൂടി ഒന്ന് കാണാം. പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളും വിശേഷങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരുകയാണ് സ്റ്റുഡിയോയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് പ്രദീപ്. ഗുഡ് മോർണിംഗ് ആര്യ. ഏതായാലും ഇന്നലെ നമ്മൾ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടിരുന്നു. അതാണ് മിക്ക പത്രങ്ങളിലെയും ഫ്രണ്ട് പേജിലെ വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായ വാഹനാപകടമാണ്. ആലപ്പുഴയിൽ 5 പേർ മരിച്ചു. അതും പത്രങ്ങളുടെ മുൻപേജിലുണ്ട്. നമുക്ക് മറ്റു ചില പ്രധാന വാർത്തകളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട പത്രങ്ങളുടെ പേജുകളിൽ ആദ്യം പോകേണ്ടത് മാതൃഭൂമി പത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട മുൻപേജ് നൽകിയിരിക്കുന്ന ഒരു വാർത്ത. നമ്മൾ രാവിലെ ഉമേഷ് വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ചിരുന്നു. പ്രഖ്യാപനങ്ങളൊന്നും നടക്കുന്നില്ല. MLA-മാരുടെ യോഗത്തിൽ പൊട്ടിത്തെറിച്ച് KB ഗണേഷ് കുമാർ. കേരള കോൺഗ്രസ് ബി നേതാവും ഇടതുപക്ഷ LDF-ലെ സഹയാത്രികനുമായ KB ഗണേഷ് കുമാറിൻ്റെ വലിയ രൂക്ഷ വിമർശനം. അത് LDF കേന്ദ്രങ്ങളെ പോലും ഞെട്ടിച്ചിരുന്നു. മന്ത്രി TP രാമകൃഷ്ണനൊക്കെ എഴുന്നേറ്റ് ഇത് ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ ഗണേഷിൻ്റെ മറുപടി, ഇവിടെ അല്ലാതെ ഞാൻ മറ്റെവിടെ പറയും, കാരണം മന്ത്രിമാരുടെ പ്രവർത്തനം മൂലം ഞങ്ങൾക്ക് MLA-മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുന്നില്ല. കിഫ്ബി എന്ന പേര് മാത്രമേ ഉള്ളൂ. കിഫ്ബിയുടെ പേരിൽ ഒരു പണിയും നാട്ടിൽ നടക്കുന്നില്ല. അത് വലിയ പ്രതിസന്ധിയായി മാറുന്നുവെന്ന അതിരൂക്ഷ വിമർശനം. അത് LDF-നെ ഇരുത്തി ചിന്തിപ്പിക്കുന്നു. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന് വലിയ ആയുധമായി മാറുന്നൊരു പശ്ചാത്തലം കൂടി ഒരുങ്ങുന്നു. അത് പ്രധാന വാർത്തയായി മാതൃഭൂമി നൽകിയിട്ടുണ്ട്. മാതൃഭൂമിയിലെ മറ്റൊരു വാർത്ത കോൺഗ്രസിന് ഇനി താഴെത്തട്ടിൽ യൗവനം എന്നുള്ളതാണ്. അനീഷ് ജേക്കബാണ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരും അവരെ മാറ്റും. പകുതി പേർ 50 വയസ്സിൽ താഴെയുള്ളവരെ ഉൾപ്പെടുത്തണം എന്ന സുപ്രധാനമായ നിർദ്ദേശം KPCC-യുടെ ഭാഗത്തുനിന്നുണ്ട്. ഒപ്പം മുഴുവൻ സമയ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന ഒരു പ്രധാനപ്പെട്ട പദവിയും വരാൻ പോകുന്നു എന്നുള്ളതാണ് മാതൃഭൂമിയുടെ മറ്റൊരു വാർത്തയായി അവർ ഉൾപേജ് നൽകിയിരിക്കുന്നത്. മറ്റൊന്ന് കാർത്യായനി അമ്മ നമുക്കൊക്കെ അറിയാം. ഹരിപ്പാട് നിന്ന് K ഷാജിയുടെ വാർത്തയാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന് നിശ്ചല ദൃശ്യമായിരുന്നു കാർത്യായനി അമ്മ രാജ്യത്തെ ഏറ്റവും മുതിർന്ന സാക്ഷരതാ പഠിതാവാണ്. പക്ഷേ കാർത്യായനി അമ്മ ഇപ്പോൾ 96 വയസ്സ് പിന്നിട്ടു. ഇപ്പോൾ 96 പിന്നിട്ട ശേഷമാണ് നേട്ടം സ്വന്തമാക്കിയത്. ഇപ്പോൾ 101 വയസ്സുണ്ട്. പക്ഷേ ഇപ്പോൾ അരയ്ക്ക് താഴേക്ക് പൂർണ്ണമായും തളർന്ന അവസ്ഥയിലാണ് കാർത്യായനി അമ്മ. നിസ്സഹായാവസ്ഥയിലാണ്. അത് ഈ വിവരം മാതൃഭൂമിയിൽ വളരെ കൃത്യമായി തന്നെ ഉൾപേജിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില സഹായങ്ങൾ അവർക്ക് ആവശ്യമുണ്ട് എന്നുള്ളതാണ് ആ റിപ്പോർട്ടിൻ്റെ കാതൽ. മറ്റൊന്ന് ദേശാഭിമാനിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വികസന വേഗം എന്ന ഹെഡിങ്ങിലൂടെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. സാമൂഹ്യ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കി കേരളം എന്നുള്ളതാണ് പ്രധാന വാർത്തയായി വലിയ തലക്കെട്ടായി ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ആദ്യ പേജ് നൽകിയിരിക്കുന്ന വാർത്ത. മറ്റൊരു വാർത്ത കേരള കൗമുദിനാണ്. അത് എണ്ണിത്തീരാത്ത നാണയക്കൂമ്പാരം എന്ന ശബരിമലയിലെ വലിയ ഒരു സംഭവമാണ്. കാരണം 3 മല പോലെ കൂട്ടിയിട്ടിരിക്കുന്ന 3 വലിയ കൂനകളിൽ ഒരെണ്ണം മാത്രം നാണയക്കൂമ്പാരം എണ്ണിത്തീർന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ വെറ്റിലയും പാക്കും മറ്റും നോട്ടുകൾക്കൊപ്പം ഉൾപ്പെടുത്തി ഭക്തർ ഭണ്ഡാരക്കൂട്ടത്തിലിടുന്നു. അത് നശിച്ചു പോകുന്നു എന്നുള്ളതാണ്. നോട്ടുകൾ നിരവധി നശിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ നോട്ടുകൾ നശിച്ചിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്തയും വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ദേവസ്വം ബോർഡ് അതിൻ്റെ ഒരു കണക്ക് കൃത്യമായി തരുന്നില്ല എന്നുള്ളതാണ്. ശബരിമലയിൽ ഇത് എണ്ണിത്തീർക്കാനുള്ള യന്ത്രമില്ലാത്തതാണ് വലിയ പ്രതിസന്ധിയായിരിക്കുന്നത് എന്നും മാതൃഭൂമിയുടെ കേരള കൗമുദിയുടെ TS സനൽകുമാർ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള കൗമുദിന് മറ്റൊന്ന് നമ്മൾ ഇന്നലെ നൽകിയ വാർത്തയാണ്. ന്യൂസ് 18-ന്റെ എക്സ്ക്ലൂസീവ് ആയിരുന്നു. അത് വിജിലൻസ് കേസ് നേരിടുന്നവരിൽ DGP മുതൽ ASI വരെ ഉണ്ട്. ഒപ്പം വിജിലൻസ് ഡയറക്ടർക്കെതിരെയും വിജിലൻസ് കേസ് ഉണ്ട് എന്ന പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു, നമ്മൾ കാര്യമായി കൊടുത്തിരുന്നു. അത് കേരള കൗമുദി ഇന്ന് ഒരു പ്രധാന വാർത്തയായി പ്രധാന പേജിൽ നൽകിയിട്ടുണ്ട്. മലയാള മനോരമയിലേക്ക് പോയാൽ അവിടെ മൃഗശാലയിലെ ക്ഷയരോഗബാധ. ഏതാണ്ട് 56ഓളം മൃഗങ്ങൾ ഇതിനകം ചത്തു. ക്ഷയരോഗവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്ന് പറയുന്നു. അവിടെ മന്ത്രി J ചിഞ്ചുറാണി സന്ദർശിക്കുന്നു. നമ്മുടെ മൃഗശാല വലിയ അഭിമാനമായിരുന്നു നമുക്ക് തിരുവനന്തപുരം നഗരഹൃദയത്തിൽ. പക്ഷേ ഇപ്പോൾ അത് മൃഗങ്ങളുടെ ശവപ്പറമ്പായി മാറിയിരിക്കുന്നു. ആ വിഷയം മാതൃഭൂമി മലയാള മനോരമ കാര്യമായി തന്നെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, നമ്മളൊക്കെ PT7-നെ കുറിച്ചൊക്കെ 2-3 ദിവസമായി ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നും രാവിലെ പ്രസാദ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് പാലക്കാട് ആന ഇറങ്ങിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പ് അല്ലെങ്കിൽ വിദഗ്ധ സംഘത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ വന്യജീവി ആക്രമണവും ഒക്കെ പതിവാകുമ്പോൾ ഇമ്മോബിലോൺ എന്ന മയക്കുമരുന്ന്, ഈ ആനകളെ വെടിവെച്ചിടാനുള്ള മയക്കുമരുന്ന് അത് സംഭരിക്കുന്നില്ല, ആ മരുന്ന് ലഭ്യമല്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി. അത് JN മേനോൻ കോഴിക്കോട്ട് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം കൂട്ടിനുള്ളിൽ ധോണി, അതായത് പഴയ PT7 അവൻ്റെ ചട്ടമ്പിത്തരവും മനോരമ അതിനൊപ്പം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ ന്യൂസിലൻഡ് 3ാം ഏകദിനമാണ്. 2 ഏകദിനങ്ങളും ജയിച്ച ഇന്ത്യ
ഈ പരമ്പര സ്വന്തമാക്കിയെങ്കിൽ പോലും ഇന്നത്തെ ഏകദിനത്തിൻ്റെ ഒരു പ്രാധാന്യം അത് കൃത്യമായി മനോരമ കൊടുത്തിരിക്കുന്നു. കാരണം ഇന്ന് ജയിച്ചാൽ ഇന്ത്യ ഏകദിന റാങ്കിൽ 1ാം റാങ്കിൽ എത്തുമെന്നുള്ളതാണ്. 2020 ഇന്ത്യ 1ാം റാങ്കിലാണ്. ഇന്ന് ജയിച്ചാൽ 1ാം റാങ്കിൽ എത്തുമെന്ന് പറയുമ്പോൾ ഒരു സാധാരണയായി മാറേണ്ട ഒരു മത്സരം, പരമ്പര വിജയത്തിനൊക്കെ ശേഷം ഒരു 3ാം മത്സരം എന്നതിനപ്പുറം ഇത് ഇന്ത്യക്ക് പ്രസക്തമായി മാറുന്നു. സ്വാഭാവികമായും മറ്റ് 2 മത്സരങ്ങൾ കളിച്ച അതേ പ്രാധാന്യത്തോടെ ഇന്ത്യ മത്സരിക്കുകയും ഒപ്പം 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് മനോരമയുടെ സ്പോർട്സ് പേജിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളൊന്ന്. മറ്റൊന്ന് ദ ഹിന്ദുവിൻ്റെ റിപ്പോർട്ട്, റിലീജിയസ് ടെക്സ്റ്റ് ടു ബി ടോട്ട് ഇൻ മധ്യപ്രദേശ് ഗവൺമെൻറ് സ്കൂൾസ്. അതായത് രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയും മറ്റും മധ്യപ്രദേശിലെ പാഠഭാഗങ്ങൾ, സർക്കാർ സ്കൂളുകളിലെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ തീരുമാനിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്ത ഹിന്ദുവിൻ്റെ ഉൾപേജിൽ ഉണ്ട്. മറ്റൊന്ന്, MCD ഗെറ്റ്സ് അനദർ ചാൻസ് ടു ഇലക്ട് ഡൽഹീസ് ന്യൂ മേയർ ടുഡേ. നേരത്തെ ഡൽഹി മേയറുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് വലിയ അലമ്പായിരുന്നു, വലിയ പ്രശ്നമൊക്കെ ഉണ്ടായതിനെ തുടർന്ന് നടന്നിരുന്നില്ല. ഇന്ന് ആ തെരഞ്ഞെടുപ്പ് വീണ്ടും നടക്കുകയാണ് എന്ന് ദ ഹിന്ദുവിൻ്റെ ന്യൂഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ആം ആദ്മി പാർട്ടിയും BJPയും വലിയ ആത്മവിശ്വാസത്തിലാണ്. മേയർ പോൾ ജയിക്കും എന്ന ആത്മവിശ്വാസം രണ്ടുപേരും പങ്കുവെക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ പത്രങ്ങളുടെ പ്രധാന വാർത്ത. അത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്, പക്ഷേ എല്ലാം കൂടി ഉൾപ്പെടുത്താനുള്ള സമയം നമുക്കില്ല.